ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ വന്നതിന് ശേഷമാണോ, അതിനു മുമ്പ് നൂറ്റാണ്ടുകൾ മുസ്ലിങ്ങൾ ഇവിടെ ജീവിച്ചപ്പോഴാണോ ഈ പറയുന്ന രീതിയിലുള്ള പീഡനങ്ങളോ എതിർപ്പുകളോ ഉണ്ടായത് എന്നൊന്ന് പരിശോധിക്കേണ്ടത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത് അജ്മീർ ഖാജ മുഖേനയാണ്. അജ്മീർ ഖാജയോട് അജ്മീറിലെ തന്നെ ബ്രാഹ്മണർക്കോ അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തുള്ള ഏതെങ്കിലും ഹിന്ദുക്കൾക്കോ ഇന്നും വിയോജിപ്പില്ല. ഈ ഒന്നിച്ച് നിൽക്കണം എന്ന് പറയുന്നത് പേടിയുള്ള ആളുകളാണ്. കാരണം എല്ലാവരും കൂടെ നിൽക്കുന്ന നടുക്ക് പോയി നിൽക്കാം, കാരണം അവർ കുറച്ചല്ലേ ഉള്ളൂ, അതിനു വേണ്ടിയാണ്. ഭരണകൂടവുമായിട്ടുള്ള മുസ്ലിങ്ങളുടെ ഇടപെടൽ ഒരു ഇപ്പോൾ താങ്കൾ അല്ലെങ്കിൽ കാന്തപുര ഉസ്താദൊക്കെ അമിത്ഷായെ പോയി കാണുന്നു, നരേന്ദ്രമോദിയെ കാണുന്നു, പിണറായിയെ കാണുന്നു, അതെ അതെ, ഉമ്മൻചാണ്ടിയെ കാണുന്നു. അല്ല, ആ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഇത് അമിത്ഷായും നരേന്ദ്രമോദിയും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ശത്രുക്കൾ എന്ന രീതിയിലാണ് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ ആരെയും ശത്രുക്കളായി കാണുന്നില്ല. അല്ല, അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിലും ഞങ്ങളെല്ലാവരെയും ശത്രുക്കളായി കാണാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി. അപ്പോൾ ഈ ഭരണാധികാരികളോടുള്ള സമീപനം എങ്ങനെയായിരിക്കും? ഭരണാധികാരികളോട് എന്നും നല്ല സമീപനമാണ് ഇസ്ലാമിക ഒരു രീതിയിൽ കാത്തു സൂക്ഷിച്ചു പോരുന്നത്. ഇപ്പോൾ കേരളത്തിൽ പിണറായി ഭരിക്കുന്ന കേരളത്തിലെ മെട്രോ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രിയല്ലേ വരിക? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിൽ എങ്ങനെയാണ് ബന്ധം? അത് ഔദ്യോഗികതയും മറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭരണാധികാരി ആയാൽ എല്ലാവരുടെയും ഭരണാധികാരിയല്ലേ. അപ്പം ഞാൻ ഈ പ്രധാനമന്ത്രി അംഗീകരിക്കുന്നില്ല എന്നൊരാൾക്ക് പറയാൻ പറ്റുമോ? BJP മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തുന്നു എന്നും പല രീതിയിലും പീഡിപ്പിക്കുന്നു എന്നുള്ളൊരു നാരറ്റീവ് ഉണ്ട്. അത് ശരിയാണോ? അല്ല, രാഷ്ട്രീയത്തിൽ പല ഭരണകൂടവും പല കാലത്തും പല സമുദായത്തെയും ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള തോന്നലുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ അങ്ങനെയല്ല, അതാത് കാലത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നോക്കുക. അതിലേത് ഭരണകൂടത്തിൽ നിന്ന് അത്തരത്തിലുള്ള നിലപാടുകളുണ്ടായാലും അതിനെ സമസ്ത എന്നും എതിർത്ത് പോന്നിട്ടുണ്ട്. ഇപ്പോൾ ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയത്തോട് അല്ലെങ്കിൽ മതത്തിൻ്റെയോ ഭക്ഷണത്തിൻ്റെയോ വസ്ത്രത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ പേരിൽ അങ്ങനെ ഒരു വിഭാഗത്തെ പരിഗണിക്കുക, മറ്റൊരു വിഭാഗത്തെ പരിഗണിക്കാതിരിക്കുക, അങ്ങനെയുള്ള ഒരു ആശയത്തോട് ഞങ്ങൾക്ക് ഒരു കാലത്തും യോജിപ്പില്ല. അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കുകയും ചെയ്യാറുണ്ട്. എന്ന് വെച്ചിട്ട് ഭരണകൂടങ്ങളുമായി യാതൊരു നിലക്കുള്ള ബന്ധവും പാടില്ല എന്നുള്ളൊരാശയം ഞങ്ങൾക്കില്ല. ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ നിലപാട് ഇതിന് ഘടകവിരുദ്ധമാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്ര വലിയൊരു ചർച്ച ചെയ്യാൻ മാത്രമുള്ളൊരു സാധനം അല്ല. കേരള മുസ്ലിങ്ങളിൽ 1% വരാത്ത ഒരു ഓർഗനൈസേഷനാണ് ജമാഅത്തെ ഇസ്ലാമി. അതിനെങ്ങനെ 40 പ്രാവശ്യം പറയേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് അവർ നമ്പറിൽ വളരെ കുറവാണെങ്കിലും അവരാണ് ഇന്നത്തെ കേരളത്തിന്റെ ഒരു മുസ്ലിം സമുദായത്തിന്റെ ശബ്ദമായിട്ട് പുറമെ നിന്ന് നോക്കുന്നവർക്ക് തോന്നുന്നത്. അങ്ങനെ പല പൊതുബോധവും പൊതുവായ പല ചിന്തകളുണ്ട്, അതാണ് മാറ്റേണ്ടത്. അപ്പം അതിന് സ്റ്റഡി നടക്കണം, പഠിക്കണം. പ്രശാന്ത് ആ വിഷയത്തെ ആഴത്ത് പഠിച്ച ആളാണെന്ന് എനിക്കറിയാം. ജമാഅത്ത് ഇസ്ലാമിക്ക് അപ്പം മുസ്ലിം സമുദായത്തിൽ യാതൊരു റെലവൻസും ഇല്ലാന്ന് തന്നെയാണോ? അവരുടെ സംഘടനയിലുണ്ട്, അവരുടെ ആളുകളിലും ഉണ്ട്. അതല്ല, ഈ ഇപ്പോഴ് പഴയതുപോലെയല്ല ജമാഅത്തിന്റെ ആശയം. അതിപ്പോ നമ്മുടെ ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, മുസ്ലിം എന്ന പേരുകൾ മാത്രം കൊണ്ട് വിശ്വാസിയാവണമെന്നില്ല എങ്കിൽ പോലും പീഡിപ്പിക്കപ്പെടും. അങ്ങനെ ഒരു കാലഘട്ടത്തില് ഈ സ്വത്ത് രാഷ്ട്രീയം എന്നുള്ളത് ഭയങ്കരമായിട്ട് ആക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ മുസ്ലിം ആയതിൻ്റെ പേരിലാണ് ആക്രമിക്കപ്പെടുന്നതെങ്കിൽ, നമ്മുടെ ആലയങ്ങളാണ് ആക്രമിക്കപ്പെടുന്നതെങ്കിൽ, വഖഫ് സ്വത്ത് തട്ടിയിടപ്പെടുന്നെങ്കിൽ, CAA പ്രശ്നങ്ങൾ വരും. അപ്പം ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും വരുമ്പോൾ മുസ്ലിങ്ങൾ ഒന്നിച്ചു നിൽക്കണം എന്നുള്ള വാദത്തിന് ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ വാദത്തിന് വലിയ കറൻസി കിട്ടും. ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ വന്നതിന് ശേഷമാണോ, അതിനു മുമ്പ് നൂറ്റാണ്ടുകൾ മുസ്ലിങ്ങൾ ഇവിടെ ജീവിച്ചപ്പോഴാണോ ഈ പറയുന്ന രീതിയിലുള്ള പീഡനങ്ങളോ എതിർപ്പുകളോ ഉണ്ടായത് എന്നൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് മുസ്ലിങ്ങൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അന്നൊരു പ്രശ്നവുമില്ല. അന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ചു ചേർന്നാണല്ലോ പോർച്ചുഗീസുകാരനെ ഇവിടുന്ന് ഓടിക്കുന്നത്. അപ്പോൾ ഈ ഒരു സുന്നി പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് എല്ലാ മതക്കാരുമായും ചേർന്ന് നിന്നുകൊണ്ട് ഒരു ജീവിതം നയിച്ചൊരു കാലത്ത് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത് അജ്മീർ ഖാജ മുഖേനയാണ്. അജ്മീർ ഖാജയോട് അജ്മീറിലെ തന്നെ ബ്രാഹ്മണർക്കോ
അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തുള്ള ഏതെങ്കിലും ഹിന്ദുക്കൾക്കോ ഇന്നും വിയോജിപ്പില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ നേർച്ചകളും മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ചോറ് വിളമ്പാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇവരാണ് വരുന്നത്. മാത്രമല്ല അജ്മീറിലെ ചെമ്പിൽ ഇപ്പോഴും നോൺ വെജ് വേവിക്കില്ല മറ്റുള്ളവരെ പരിഗണിച്ചിട്ട്. അങ്ങനെയുള്ള സൗഹാർദ്ദമാണ് ഇവിടെ നിലനിന്നത്. മമ്പ്രം തങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരിൽ നല്ല സമരം നയിച്ച ആളാണ്. മമ്പ്രം തങ്ങളുടെ സെക്രട്ടറി കോന്തു നായരായിരുന്നു. ഉമർ ഖാദി നികുതി നിഷേധ പ്രസ്ഥാനം ഗാന്ധിജിയുടെയും മുമ്പ് ഇവിടെ കൊണ്ടുവന്ന ആളാണ്. ഉമർ ഖാദിയുടെ സെക്രട്ടറി ചോയി ആയിരുന്നു. അഗ്രികൾച്ചറൽ സംവിധാനത്തിൻ്റെ ചോയ്ക്ക് 3 ഏക്കർ സ്ഥലം മൂപ്പര് പതിച്ചു നൽകിയിട്ടുണ്ട്. കുഞ്ഞായൻ മുസ്ലിയാർ എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ തലശ്ശേരിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി മങ്ങാട്ടച്ചനായിരുന്നു. പിന്നെ കോഴിക്കോട്ടെ ഷെയ്ഖ് ജിഫ്രി, അദ്ദേഹത്തിൻ്റെ ആശീർവാദമനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളായിരുന്നു മൈസൂരിലെ ടിപ്പു സുൽത്താൻ വന്നപ്പോൾ ഷെയ്ഖ് ജിഫ്രി എന്താണ് ഉപഹാരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നാട്ടുകാർക്ക് കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞു. മാനവിക്രമൻ ചക്രവർത്തിയായ സാമൂതിരിയാണെന്ന് ഭൂമി കൊടുത്തത്. അപ്പോൾ എല്ലാ മതക്കാരുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ളൊരു ജീവിതത്തെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഇവിടുത്തെ പൂർവ്വകാല പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളത്. അതാണ് നേർച്ചകളെന്ന് പറയുന്ന കൾച്ചറൽ പ്രോഗ്രാം. അതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമാണ്. ഈ നേർച്ചകൾ ഇല്ലാതാക്കാനാണ് നിങ്ങൾ പറഞ്ഞ കക്ഷികൾ നേർച്ചകൾ വേണ്ട പോലുള്ള വിഷയങ്ങൾ പറയുന്നത്. അതിലൂടെയാണ് ഈ അകൽച്ച ഉണ്ടാകുന്നത്. പരസ്പരം കാണാനും അറിയാനും തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ വാപ്പയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ വിശ്വാസപൂർവ്വത്തിൽ? എൻ്റെ വീട്ടിൽ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കാണുന്നത് പരിസരത്തുള്ള മറ്റു മതക്കാരായ ആളുകൾ വന്നിട്ട് ജോലി ചെയ്യുന്നതാണ്. അത് കണ്ടാണ് നമ്മൾ വളരുന്നത്. ഓണവും വിഷുവൊക്കെ വരുമ്പോൾ എൻ്റെ ഉമ്മ പത്തിരിപ്പൊടിയും മറ്റുമൊക്കെ ആയിട്ട് അവർക്ക് കൊടുക്കും. അവർ ചിലപ്പോൾ ചില കാണിക്ക ഇങ്ങോട്ട് കൊണ്ടുവരും. കാണിക്കുക എന്നുള്ളത് മലയാളത്തിലുള്ള പ്രയോഗമായിട്ട് നമ്മളങ്ങനെ കാണുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൗഹാർദ്ദം നിലനിർത്തി പോവുകയാണ് വേണ്ടത്. ഈ ഒന്നിച്ച് നിൽക്കണം എന്ന് പറയുന്നത് പേടിയുള്ള ആളുകളാണ്. കാരണം എല്ലാവരും കൂടെ നിൽക്കുന്ന നടുക്ക് പോയി നിൽക്കാം. കാരണം അവർ കുറച്ചല്ലേ ഉള്ളൂ. അതിനു വേണ്ടിയാണ് ഓരോരുത്തരും അവരവരുടെ ദിശയിൽ തന്നെ നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ കുഴപ്പങ്ങളുണ്ടാകുന്നില്ല. ജമാഅത്ത് ഇസ്ലാമി പോലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ വന്നതിന് ശേഷമാണ് ഈ മതസ്പർദ്ധ കൂടിയതെന്നാണ് ഉസ്താദ് ഉദ്ദേശിക്കുന്നത്? ഈ സൗഹാർദ്ദത്തിന് മുൻതൂക്കം നൽകിയിട്ടുണ്ടായിരുന്ന നേർച്ചകളും അതുപോലെയുള്ള മുസ്ലിം ആഘോഷങ്ങളും ഒക്കെ നിലനിന്നതിനെ നിരാകരിച്ചുകൊണ്ട് അത് പാടില്ല എന്നൊക്കെ പറയുന്ന ഈ പുത്തനാശയക്കാരുടെ രംഗപ്രവേശം സ്വാഭാവികമായിട്ടും നമ്മളങ്ങനെ മനസ്സിലാക്കണം. മുസ്ലിങ്ങൾ വേറിട്ട് നിൽക്കണം, ഐത്തവും തീണ്ടലും ഒക്കെ അതല്ലല്ലോ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിന് അതില്ലല്ലോ. പക്ഷെ എന്നിട്ടും ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയങ്ങൾക്ക് ഇത്ര അപ്പർ ഹാൻഡ് കിട്ടുന്നത് എങ്ങനെയെന്നുള്ളതാണ്. എവിടെയാണ് അപ്പർ ഹാൻഡ് കിട്ടിയത്? മുസ്ലിം ലീഗിനെ കുറിച്ച് ഏറ്റവും വലിയ ഇപ്പോഴത്തെ ആരോപണം, CPM ഒക്കെ ഉന്നയിക്കുന്ന ആരോപണം, മുസ്ലിം ലീഗ് എന്ന സംഘടന ജമാഅത്ത് ഇസ്ലാമിയാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഐഡിയോളജിക്കൽ ലെവലിൽ അവരെ സ്വാധീനിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണെന്നുള്ളതാണ്. മുസ്ലിം ലീഗിനെ പറ്റി കൂടുതൽ അടുത്തറിയുന്നത് EK സമസ്തക്കാർക്കാണ്. അവരോട് ചോദിച്ചാൽ കൂടുതൽ നന്നായി അറിയാൻ കഴിയും. ഞങ്ങൾ ഈ രാഷ്ട്രീയത്തിൽ തീരെ ഇൻവോൾവ് ചെയ്യാത്തത് കൊണ്ട് അതങ്ങനെ കൂടുതൽ പരമ്പരാഗത ഇസ്ലാമിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പോൾ സുന്നികൾ തന്നെ വിഘടിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ 4 സുന്നികളുണ്ടല്ലോ. അപ്പോൾ 4 സംഘടനകളുണ്ട്. ആ സംഘടനകൾ യോജിക്കുന്നതിൽ എന്തെങ്കിലും യോജിച്ച് പ്രവർത്തിക്കുന്ന ഇപ്പൊ നടക്കുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് അല്ല, ഇവിടെ എറണാകുളത്ത് തന്നെ ഒരുമിച്ച് സമ്മേളനം നടക്കുന്നുണ്ട്. ഈ സുന്നികൾ ലയിക്കുക എന്നൊരു പ്രോസസ്സ് ഇത് സാധ്യമാണ്? അത് അത്ര അത്യാവശ്യമൊന്നുമല്ല, അസാധ്യവും അല്ല. അല്ല, ഈ അതിന്റെ പ്രശ്നം ഈ പരമ്പരാഗത ഇസ്ലാം നേരത്തെ പറഞ്ഞ പോലുള്ള ഈ സിങ്കററ്റിക് ഇസ്ലാം ഉണ്ടല്ലോ. അല്ല, പരമ്പരാഗത ഇസ്ലാമിൽ തന്നെയാണല്ലോ മദ്ഹബുകൾ ഉള്ളത്. എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത നയങ്ങളും പോളിസിയൊക്കെ ഉണ്ടാവാം. അത് സംഘടനാപരമായ വിഷയങ്ങളിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ നയത്തിലോ മറ്റൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ ഒന്നിൽ കൂടുതൽ സംഘടന എന്ന് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം, മുസ്ലിങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്ന് പറയുന്നവർ തന്നെ അതിലൊരു വിഭാഗം
സുന്നികൾ ഒന്നിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല സുന്നികൾ ബഹുദൈവ വിശ്വാസികളാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരാണ് എന്നാണല്ലോ മുജാഹിദ് പറയുന്നത്. അടിസ്ഥാനപരമായ അപ്പൊ ഈ രണ്ടും തമ്മിലൊരു വൈരുദ്ധ്യം കാണുന്നുണ്ടോ? എല്ലാ മുസ്ലിങ്ങളും ഒന്നിക്കണമെന്ന് പറയും. അതെ, അപ്പൊ അത് രാഷ്ട്രീയ താല്പര്യമാണ്. സുന്നികൾ വേറെയാണ് എന്ന് പറയുന്നത് അവരുടെ വേറിട്ടൊരു താല്പര്യവും ആണ് എന്ന് വെക്കണം. അല്ല, ഈ സുന്നികൾ തമ്മിൽ കൂടുതൽ അടുക്കാനുള്ള ഒരു സാധ്യത? അല്ല, സുന്നികൾ ഇപ്പോൾ വളരെ അടുത്തിട്ടാണുള്ളത്. താങ്കൾ പറഞ്ഞ പോലെ ഇപ്പം മംഗലാപുരത്ത് വലിയൊരു കോൺഫറൻസ് കഴിഞ്ഞ ആഴ്ചയിൽ നടന്നു. അതിൽ സുന്നികളെല്ലാം യോജിച്ചുകൊണ്ടാണ് നടന്നത്. അതുപോലെ എറണാകുളത്ത് വരാൻ പോകുന്നുണ്ട്. അങ്ങനെ സുന്നികൾ സഹകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. സുന്നികൾക്കിടയിൽ അങ്ങനെയുള്ള തർക്കങ്ങൾ ഇപ്പോഴില്ല. പിന്നെ ഏതെങ്കിലും ചെറിയ മസലകളിലൊക്കെ തർക്കങ്ങളുണ്ടാകാം, അത് കുഴപ്പമില്ലാത്തതാണ്, ശാഖാപരമായ വിഷയങ്ങൾ.